മലയാളികളുടെ പ്രിയപ്പെട്ട സഞ്ജുവും ലക്ഷ്മിയും തന്നെയാണ് മേഘയും സൽമാനും. ഇനി എത്രയൊക്കെ സീരിയൽ വേറെ അഭിനയിച്ചാലും പ്രേക്ഷകരെന്നും ഇവരെ ഈ ഒരു കഥാപാത്രത്തിലൂടെ തന്നെയായിരിക്കും ഓർത്തെടുക്കുക. ഇരുവരുടെ വിവാഹം വളരെയധികം ഞെട്ടിക്കുന്നൊരു വിവാഹമായിരുന്നു. പ്രായവ്യത്യാസം, അതുപോലെ തന്നെ ഇവരുടെ കഥാപാത്രങ്ങൾ ഒരുമിക്കാതെ പോയത് കൊണ്ട് തന്നെ പ്രേക്ഷകർ ഇവർ ഒരുമിക്കുമെന്ന് ഒരിക്കൽ പോലും കരുതിയിരുന്നില്ല. എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഇരുവരുടെയും രജിസ്റ്റർ മാരേജ് ചിത്രങ്ങളായിരുന്നു പുറത്തു വന്നത്. പിന്നീട് മേഘയും സൽമാനും പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടവരായി മാറി. മേഘ എന്നും സൽമാൻ എന്നും വിളിക്കുന്നതിനേക്കാൾ കൂടുതൽ സഞ്ജു എന്നും ലക്ഷ്മി എന്നും വിളിക്കാനാണ് പ്രേക്ഷകർക്കിഷ്ടം. ഇപ്പോഴിതാ നോമ്പുകാലമായതുകൊണ്ട് തന്നെ മേഘ സൽമാനോടൊപ്പം നോമ്പെടുക്കുകയാണ്, ഒപ്പം നിസ്കരിക്കുകയും ചെയ്യുന്നുണ്ട്. എനിക്ക് നിസ്കരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സൽമാൻ പ്രാർത്ഥിക്കുന്നതിനിടയിൽ തന്നെ മേഘ ചെല്ലുന്നു. അപ്പോൾ തന്നെ വളരെയധികം സ്നേഹത്തോടെ സൽമാൻ മേഘയ്ക്ക് നിസ്കരിക്കേണ്ട വിധവും അതുപോലെ അവർ പറയുന്ന വാക്കുകളുമെല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. നിസ്കരിക്കുന്നതിന് മുൻപ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായി സൽമാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതെല്ലാം വളരെ കൃത്യമായി തന്നെയാണ് മേഘ ചെയ്യുന്നത്. കണ്ടാൽ തന്നെ അറിയാം, ആരും നിർബന്ധിക്കുന്നതല്ല. നമുക്ക് ഇഷ്ടമുള്ളവരുടെ കൾച്ചറും സ്നേഹവും അവരുടെ വിശ്വാസങ്ങളുമെല്ലാം നമുക്കും നാളെ മുതൽ പ്രിയപ്പെട്ടതാകും. അല്ലെങ്കിൽ എന്നു മുതലാണോ നമ്മൾ അവരെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നത്, അന്നു മുതൽ നമുക്ക് അവർ പ്രിയപ്പെട്ടവരാകും. അവരുടെ ഇഷ്ടങ്ങളെല്ലാം നമ്മുടെയും ഇഷ്ടങ്ങളാകും. അതാണ് മേഘ അവിടെ ചെയ്യുന്നത്. ചിലരൊക്കെ വിമർശനം കൊണ്ട് പറയാറുണ്ട്, കേരള സ്റ്റോറി എന്ന ട്രെയിലർ പുറത്തിറങ്ങിയപ്പോൾ വളരെയധികം ഏറ്റവും കൂടുതൽ വിമർശനം കൊണ്ടുവന്നത് സൽമാനായിരുന്നു. മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ പ്രശ്നമുണ്ടാക്കാൻ വേണ്ടിയാണ് അത് പുറത്തു കൊണ്ടുവന്നത് എന്ന് സൽമാൻ പറയുകയും ചെയ്തു. എന്നാൽ കേരളത്തിൽ ഇങ്ങനെയല്ല നടക്കുന്നത്, ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയല്ല നടക്കുന്നത്. ഞാൻ അവളുടെ കൂടെ അമ്പലത്തിലും പോകും, അവൾ എൻ്റെ കൂടെ നോമ്പും എടുക്കും. ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി. ഇതാണ് കേരളത്തിൽ നടക്കുന്നത്. അല്ലാതെ ഇവിടെ ഹിന്ദു മുസ്ലിം വിരുദ്ധതയില്ല. ഇതെപ്പോഴും പറയാൻ ശ്രമിക്കുന്ന വ്യക്തിയാണ് സൽമാൻ. അത് സൽമാൻ ഈ വീഡിയോയിലൂടെയും കാണിച്ചു തരുന്നു. കൃത്യമായി തന്നെ സോഷ്യൽ മീഡിയയിൽ ഓരോ വാർത്തകളും വളരെയധികമാണ് ചിന്തിക്കപ്പെടുന്നതും പറയുന്നതും. ഓരോ തവണയും സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. പ്രേക്ഷകരെല്ലാവരും തന്നെ ഇപ്പോൾ മേഘയെക്കുറിച്ചും സൽമാനെക്കുറിച്ചും നല്ലത് മാത്രമാണ് പറയുന്നത്. തുടക്കകാലങ്ങളിൽ ഇവർ വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ പ്രായവ്യത്യാസമായിരുന്നു എല്ലാവരും ചോദിച്ചത്. ബാല്യകാലം മുതൽ തന്നെ അഭിനയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നൊരു പെൺകുട്ടിയാണ് മേഘ. അതുകൊണ്ട് തന്നെ മേഘയുടെ അഭിനയത്തെക്കുറിച്ചും പ്രേക്ഷകർ ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രേക്ഷകർ വളരെയധികം അതിനെക്കുറിച്ച് സംസാരിച്ചതുപോലെ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. മേഘ ഇപ്പോൾ തമിഴിലെത്തി, സൽമാനും അതുപോലെ തന്നെയാണ്. പക്ഷേ ഇരുവരും മലയാളി പ്രേക്ഷകരെ വിട്ടിട്ടില്ല, മലയാളി പ്രേക്ഷകരും ഇവരെ വിട്ടിട്ടില്ല. ഇവരുടെ വ്ളോഗും വീഡിയോസും ഒക്കെ കാണാൻ കാത്തിരിക്കാറുണ്ട് പ്രേക്ഷകർ. അക്കൂട്ടത്തിൽ പ്രേക്ഷകർ എപ്പോഴും ഇവരുടെ നോമ്പുകാലങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാറുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.